തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പരിസരത്തിനകത്ത് നിൽക്കുന്ന മരമാണ് ഇപ്പോൾ റോഡിലേക്ക് നിലംപൊത്തിയെന്നുള്ളതാണ്. നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഇതൊരു ഫുട്പാത്താണ്. ഫുട്പാത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. സാധാരണഗതിയിൽ ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള രോഗികളും അതേപോലെ തന്നെ കൂട്ടിരിപ്പുകാരും ഒക്കെ ഇവിടെ എത്തിയ ശേഷമാണ് ബസ് കയറാനൊക്കെ കാത്തു നിൽക്കുന്ന കാവലിടം കാത്തിരിപ്പ് കേന്ദ്രമാണ്. മാത്രമല്ല ഇവിടെ പലപ്പോഴും സമരവേദി കൂടിയാണ്. അതുകൊണ്ട് വലിയ ജനത്തിരക്കും ജനസാന്ദ്രതയും ഒക്കെ ഉള്ള തിരക്കുള്ള പ്രദേശം കൂടിയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ വൻ മരത്തിന്റെ ചില്ല നിലംപൊത്തിയെന്നുള്ളതാണ്. മാവിന്റെ ശിഖരമാണ് നിലംപൊത്തിയത്. സാധാരണഗതിയിൽ വലിയ ആൾത്തിരക്കും കൂട്ടവും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വലിയ അപകടത്തിനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഈ മരച്ചില്ല വീഴുന്ന സമയത്ത് വലിയ തിരക്കുണ്ടായിരുന്നില്ല. അതുതന്നെയാണ് ഈ അപകടങ്ങൾക്കുള്ള സാധ്യത ഒരുക്കാഞ്ഞെന്നുള്ളതാണ്. എന്തായാലും ഈ പ്രദേശവാസികൾ അല്ലെങ്കിൽ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നവരുണ്ട്, അവരോടുകൂടി നമ്മൾ ചോദിക്കാം. ചേട്ടൻ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ അപ്പുറത്തേക്കായിരുന്നു. സൗണ്ട് കേട്ടാ ഞാൻ ഓടിയെന്ന്. പുള്ളി ഈ മരത്തെ കൊമ്പിന്റെ ഇടയായി പോയി. അത് ഞാൻ ഓടിയെന്നോ. പിന്നെ വലിയ തിരക്കുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ സമരക്കാരൊക്കെ ഉള്ളതാണ്. സമരക്കാരപ്പുറത്തും PSC മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. നമ്മളെ സാധാരണ ഇവിടെ എങ്ങനെ റോഡ് ശൂന്യമായിരുന്നു. ഞാൻ ഇപ്പൊ അതിന് 5 മിനിറ്റ് മുമ്പായിട്ട് ഞങ്ങൾ പാസ് പോയി. അടുത്ത് UPSC സമരക്കാർ ഇരിപ്പുണ്ട്. അതിനടുത്ത സംഭവിച്ചു. ഇത് മരം അതിന്റെ അടുത്ത് വേറെ ലേഡി ഉണ്ടായിരുന്നു. അവരിങ്ങോട്ട് ഓടി, ഈ സാർ അങ്ങോട്ട് ഓടിയായിരുന്നു. പക്ഷെ ഞാൻ വണ്ടി ഇട്ട് ഞാൻ ഓടി വരായിരുന്നു. വന്ന സമയത്ത് പുള്ളിയുടെ തലയിൽ ആ തടി വീഴുന്നെങ്കിൽ പ്രശ്നമാണ്. ഇവിടെ കൊണ്ടൊരു ഇടയിലായുണ്ട് കുഴപ്പമില്ല. പിന്നെ പുള്ളി തന്നെ ഒഴിച്ച് വന്നു. പിന്നെ പുള്ളിയുടെ കൈ ഇവിടെ മാത്രം ശകലം തട്ടിയെന്ന് പറഞ്ഞു. അത്ര ഉള്ളു പ്രശ്നം. പിന്നെ പുള്ളി നേരം പോവുകയും ചെയ്തു. എന്തായാലും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. സൗണ്ട് കേട്ടപ്പോൾ എന്ത് തലനാരഴ വ്യത്യാസത്തിനാണ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഒന്ന് പുള്ളി തലേനാണ് വീഴുന്നെങ്കിൽ പ്രശ്നമായി തന്നെ മാറിയത്. എന്തായാലും ഇന്ന് കൂടുതൽ പ്രശ്നമാണല്ലോ ആ കൊണ്ടേ പ്രശ്നമാണല്ലോ. അതായത് ഈ ഇരിക്കുന്നത് അതും നാളെ ഇതുവരെ ഉണ്ട്. ഞാൻ അവിടെ ഈ മരത്തിന് അപ്പുറം വരെ എത്തി ബസ്സിൽ കയറാൻ വേണ്ടി വന്നതാ. അപ്പോഴാണ് ഈ ടപ്പനെ ഒരു പൊടപൊടാന്നൊരു സൗണ്ട് കേട്ടത്. അപ്പൊ ഞാൻ വണ്ടിയുടെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് നോക്കി, മനസ്സിലായില്ലേ. അപ്പൊ ഒരു സ്ത്രീകളും ചേർന്ന് 2-3 പേര് ഇങ്ങനെ നടന്നു വരായിരുന്നു. അവർ തലനിരക്കാൻ ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടി വരെ കെട്ടില്ല, തൂണ് വരെ എത്തിയപ്പോഴാണ് ഇത് ഒടിഞ്ഞ് താഴോട്ട് വീഴുന്നത്. അതുകൊണ്ട് ഒരു ഓടി ഇഷ്ടപ്പെട്ട ഒരു പരിസരമായതുകൊണ്ട് വലിയ തിരക്കുള്ള സമയമാണ്. അത് മാത്രമല്ല സമരം നടക്കുന്നതാണ്. അതെ, ബസ്സിനൊക്കെ എപ്പോഴും ആൾക്കാർ വന്ന് നിൽക്കുന്ന സ്ഥലമാണ്, മനസ്സിലായില്ലേ. ഇങ്ങനെ അപകടകാരികളായ ഈ ശിഖരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള ഒരു ഇത് സർക്കാരിന് ഉണ്ടാവണം, മനസ്സിലായില്ലേ. എത്രയും പെട്ടെന്നൊരു നടപടി എടുത്താലേ പറ്റുള്ളൂ. ഒരുപാട് വിദ്യാർത്ഥികളും ആൾക്കാരും സുഖമില്ലാതെ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിവിടെ ബസ്സിന് കാത്തു നിൽക്കുന്ന സ്ഥലമാണ്. സെക്രട്ടേറിയറ്റിൽ വരുന്നവര്, സമരക്കാര്, സമരം പോകുന്ന, ജാഥ പോകുന്ന, ഇതെല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ ശിഖരങ്ങളെങ്കിലും മുറിച്ച് മാറ്റാനുള്ള ഒരു നടപടി സർക്കാരിൽ നിന്ന് ഉണ്ടാകണം, അത്രേ പറയാനുള്ളൂ. സാധാരണഗതിയിൽ വലിയ തിരക്കുള്ള ഒരു ഫുട്പാത്ത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും സമരങ്ങളൊക്കെ നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിൽ മരച്ചില്ല നിലംപൊത്തിയത്. സാധാരണഗതിയിൽ വലിയ തിരക്കുണ്ടായിരുന്നെങ്കിൽ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേനെ. എന്തായാലും ഈ സമയത്ത് മരച്ചില്ല വീണ സമയത്ത് തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ അപകടങ്ങൾക്കുള്ള സാധ്യത ഒഴിവായത്. വീഡിയോ ജേർണലിസ്റ്റ് ശ്രീജു നാഗപ്പനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, റിപ്പോർട്ടർ തിരുവനന്തപുരം.